അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ അന്നദാനം നടത്താറുണ്ട്. ഭക്ഷണ വിതരണം പല നിലക്കും അവർ മരിച്ച അന്ന് നടത്താറുണ്ട്, അവർ മരിച്ച 40 ദിവസം നടത്താറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ട 3-ന്റെ അന്ന്, 7-ന്റെ അന്ന്, 40-ന്റെ അന്ന്, ഇങ്ങനെ പ്രത്യേകമായ ദിവസങ്ങളിൽ പ്രത്യേകം പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ച് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ വീട്ടിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തി ദിക്ർ ചൊല്ലി മൗലിദ് പാരായണം നടത്തി അവർക്ക് വേണ്ടി ഭക്ഷണ വിതരണം നടത്താറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് പതിവാണിത്. സത്യവിശ്വാസികൾക്കിടയിൽ ഇത് സുപരിചിതമായ ഒരു പ്രവൃത്തിയാണിത്. നമുക്കറിയാം, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഉപ്പയോ ഉമ്മയോ വല്ലുപ്പയോ വല്ലുമ്മയോ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മൾ ചെയ്യാറ് പതിവുള്ള കാര്യമാണിത്. എന്നാൽ പല ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പല ബിദ്അഈ പ്രസ്ഥാനക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, കണ്ണൂക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിന്നാനുണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുന്ന, അതിനെ കളിയാക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കടയിലുണ്ട്. പുത്തൻവാദികളായ പല ആളുകളും അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ പരിശുദ്ധ ദീനിന് ഇതിന് അടിസ്ഥാനമുണ്ടോ? പരിശുദ്ധമായ നമ്മുടെ മതത്തിൽ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് അടിസ്ഥാനമുണ്ടോ? വല്ല തെളിവുണ്ടോ? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഏതേത് പ്രവർത്തനമാണെങ്കിലും അത് കൃത്യമായി അതിന് ശർഇന്റെ പരിശുദ്ധമായ ദീനിന്റെ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പിൻബലത്തോടു കൂടെയാണ് നമ്മുടെ ഇമാമിങ്ങളായ, നമ്മുടെ മശായിഖന്മാരായ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ആചരിച്ചു പോരുന്ന ഒരു നല്ല ആചാരമാണത്. നമുക്കറിയാമല്ലോ, ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളോടും എനിക്ക് വെറുപ്പുണ്ടായിട്ടില്ല, വൈരാഗ്യമുണ്ടായിട്ടില്ല. ഖദീജ ബീവിയോട് ഉണ്ടാകുന്ന ആ ഒരു വൈരാഗ്യവും ദേഷ്യവും എനിക്ക് ഒരാളോടും തന്നെ ഉണ്ടായിട്ടില്ല. ഖദീജ ബീവിയോട് എനിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. എന്താ അതിന്റെ കാരണം? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല, എന്നാലും ഖദീജ ബീവിയോട് എനിക്ക് വല്ലാത്തൊരു വൈരാഗ്യമുണ്ട്, ദേഷ്യമുണ്ട്. എന്താണ് അതിന്റെ കാരണം? മഹദി പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കൂടുതലായി ഇങ്ങനെ പറയുമത്രേ. ഖദീജ ബീവിയുടെ മദ്ഹ് ഇങ്ങനെ പറയും. ഇത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത്ര രസിച്ചിരുന്നില്ല. വലാകിൻ കാന യുക്സിറു ദിക്റഹ, അത് ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ ധാരാളം പറയുമത്രേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുന്നില്ല. വറുബ്ബമാ ദബഹ ശാത്ത്, ഇടക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറക്കും. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ. വഫാത്തായി പോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അവർക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറക്കും. എന്നിട്ടോ പിന്നെ അതിനെ കഷ്ടങ്ങളായി അതിനെ മുറിക്കും, അതിനെ കഷ്ടിക്കും. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് അതിനെ കൊടുത്തയക്കുമത്രേ. ആടിനറുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ കൂട്ടുകാരികളിലേക്ക് ഈ അടുത്ത ആടിന്റെ മാംസം കൊടുത്തയക്കുമാറുണ്ടായിരുന്നു. ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നോക്കണം. നോക്കിയും വഫാത്തായി പോയ ഖദീജ ബീവിയുടെ പേരിൽ ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണിത്. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറെ പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളെ നൽകിയ, മക്കളെ കൊടുത്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം എന്ന പൊന്നുമോനൊഴികെയുള്ള ബാക്കിയുള്ള മക്കളെ മുഴുവനും മുത്തുനബിക്ക് നൽകിയത് ഖദീജ ബീവിയാണല്ലോ. ഖദീജ ബീവിയുടെയാണല്ലോ മക്കളെ മുത്തുനബിക്ക് ലഭിച്ചത്. ആ പ്രിയപ്പെട്ട തന്റെ പ്രിയതമക്ക് വേണ്ടി ഇടക്കിടക്ക് ആടിനറുത്തുകൊണ്ട് അതിന്റെ മാംസം ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ കൂട്ടുകാരികളിലേക്ക് അതിനെ കൊടുത്തേക്കുമത്രേ.
പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് എന്ത് വേണം? വഫാത്തായി പോയ ഖദീജ ബീവിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണിത്. നോക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഏടിൻ്റെ അന്ന് നമ്മളൊരു പോത്തിനെയോ ഒരു കാളയോ മൂരിയോ കൊണ്ടുവന്ന് അറുത്ത് നമ്മളതിൻ്റെ മാംസം നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ വന്ന് മൗലിദ് പാരായണം നടത്തി ദിക്ർ ചൊല്ലി പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം നൽകുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തിനു വേണ്ടി? മരണപ്പെട്ടു പോയ പിതാവിന് അതിൻ്റെ ഗുണം ലഭിക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനിൽ നമുക്കിതിന് അടിസ്ഥാനമുണ്ട്, ഇതിന് തെളിവുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ പാവപ്പെട്ടവരായ നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ വല്ലുപ്പമാർ വല്ലുമ്മമാർ, വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഭക്ഷണമായോ മറ്റോ ഹദിയ ചെയ്യൽ, അവർക്ക് വേണ്ടി സ്വതഖ് ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ച റബ്ബ് അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നവരുണ്ട്. എല്ലാ വർഷവും ഉപ്പ മരിച്ച ആണ്ട് ദിവസമാകുമ്പോൾ മൗലിദ് ഓതി കുടുംബക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കും. അത് നല്ല കാര്യമാണത്, അതിന് അടിസ്ഥാനമുണ്ട്, ഒരിക്കലും അതിൽ തെറ്റ് കാണാനില്ല. ആ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ സവാബ് ഉപ്പയുടെ ഉമ്മയുടെ ഖബറിടത്തിലേക്ക് തീർച്ചയായും അള്ളാഹു എത്തിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.